പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പം ഞാനും നിങ്ങളും ഉൾപ്പെടുത്താൻ നമ്മൾ പലപ്പോഴും കരുതാറുള്ള ഒരു കാര്യമാണ്, എൻ്റെ കയ്യിൽ കുറച്ചും കൂടി കാശുണ്ടായിരുന്നെങ്കിൽ പാവങ്ങളെയൊക്കെ സഹായിക്കാമായിരുന്നു, കുറച്ചും കൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ അവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യായിരുന്നു. അങ്ങനെ വിചാരിച്ചിട്ടുള്ള നമുക്ക് വേണ്ടി ഞാൻ ഇന്ന് ഒരാളെ പരിചയപ്പെടുത്താൻ പോവാണ്. പശ്ചിമ ബംഗാളിലെ ധലബാരി ഗ്രാമത്തിൽ താമസിക്കുന്ന സാധാരണ തേയിലത്തോട്ടത്തിലെ തൊഴിലാളിയായ കരിമുൽ ഹക്കാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആള്. ഇന്ന് 2000-ലാണ് കരിമുൽ ഹക്കിന് തൻ്റെ അമ്മയെ അത്യാവശ്യമായിട്ട് ആശുപത്രിയിൽ എത്തിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. പക്ഷേ റോഡുകളൊന്നുമില്ലാത്ത, ഗതാഗത സൗകര്യങ്ങൾ വളരെ കുറവായ ആ ഗ്രാമത്തിൽ നിന്നും ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വഴിയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ അമ്മ മരണപ്പെട്ടുപോയി. ആ നഷ്ടം കരിമുൽ ഹക്കിൻ്റെ മനസ്സിൽ വലിയ മുറിവുണ്ടാക്കി. ഇനി ആർക്കും തൻ്റെ അമ്മയ്ക്ക് സംഭവിച്ച ദുരവസ്ഥ ഉണ്ടാകരുത് എന്ന് അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ എന്ത് ചെയ്യും? ആശുപത്രി പണിയാനോ ഒരു ആംബുലൻസ് വാങ്ങാനോ ഒന്നും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പകരം തൻ്റെ സാധാരണ ബൈക്ക് രോഗികളെ കിടത്തിക്കൊണ്ടുപോകാൻ സൗകര്യമുള്ള ഒരു ബൈക്ക് ആംബുലൻസ് ആക്കി മാറ്റി. അന്ന് മുതൽ കഴിഞ്ഞ 25 വർഷമായി തൻ്റെ ഗ്രാമത്തിലും സമീപ പ്രദേശങ്ങളിലും രോഗികൾക്ക്, ഗർഭിണികൾക്ക്, അപകടത്തിൽപ്പെട്ടവർക്ക്, അങ്ങനെ അടിയന്തര ചികിത്സ വേണ്ട ഏവർക്കും തൻ്റെ ബൈക്ക് ആംബുലൻസ് സൗകര്യമായി കൊടുത്തു. അവരെയെല്ലാം ആശുപത്രിയിലേക്ക് എത്തിച്ചു. സൗജന്യമായി തന്നെ ആ സേവനം തുടരുകയാണ്. രാത്രിയെന്നോ പകലെന്നോ മഴയെന്നോ വെയിലെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ ആരെങ്കിലും അദ്ദേഹത്തെ വിളിച്ചാൽ അദ്ദേഹം ഉടൻ തന്നെ ബൈക്കെടുത്ത് പാഞ്ഞെത്തും. ഒരു 10, 20, 25 കിലോമീറ്റർ വരെ ദൂരവും അദ്ദേഹം രാത്രിയായാലും മഴയായാലും ഒക്കെ ഇങ്ങനെ രോഗികളുമായി സഞ്ചരിക്കും. ആ ബൈക്ക് ആംബുലൻസ് ഓടിക്കൊണ്ടേയിരിക്കും. അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥ സേവനത്തിലൂടെ ഇതുവരെ 5000-ലധികം ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്കായി തൻ്റെ ജീവിതം സമർപ്പിച്ച ഒരു മനുഷ്യനെ ഇന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്നു ആംബുലൻസ് ദാദ എന്ന്. 2021-ൽ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾക്ക് ഈ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചപ്പോൾ കരിമുൽ ഹക്ക് പറഞ്ഞ ഒരു കാര്യമുണ്ട്: ഞാൻ ചെയ്തത് മനുഷ്യനാകേണ്ട ഒരു കടമ മാത്രമാണെന്ന്. ഈ കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്നറിയോ? മാറ്റങ്ങൾ വരുത്താൻ ഏറെ പണത്തിൻ്റെയോ അല്ലെങ്കിൽ അധികാരത്തിൻ്റെയോ സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, മറിച്ച് ഒരു വലിയൊരു ഹൃദയവും ശക്തമായ ഒരു ഇച്ഛാശക്തിയും മതി എന്നുള്ളതാണല്ലേ. കരിമുൽ ഹക്ക് നമ്മളോട് ഓരോരുത്തരോടും പറയുന്നു, നമ്മുടെയൊക്കെയും പ്രശ്നങ്ങൾ വലുതാകാം, പക്ഷേ അതിലും വലുതാകണം നമ്മുടെ പ്രതിബദ്ധത. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ സാഹചര്യങ്ങൾ എന്തുതന്നെയായാലും നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ ചുറ്റുമുള്ള ലോകത്ത് നല്ല മാറ്റം കൊണ്ടുവരാൻ കഴിയും. ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള വിഭവം ചെറുതായിരിക്കാം, എങ്കിലും പകരാം നമ്മുടെ സമയം, നമ്മുടെ പുഞ്ചിരി, നമ്മുടെ മനസ്സ്. അത് സ്നേഹത്തോടെയും സമർപ്പണത്തോടെയും ഉപയോഗിക്കുമ്പോൾ മറ്റൊരു ജീവിതം രക്ഷിക്കാൻ കഴിയുന്ന ദാതാമാരായി നമുക്കും മാറാം.